നല്ല മലയാള സിനിമകൾ ശരിക്കും പ്രത്യേകിച്ച് പോലീസ് ബേസ്ഡ് ആയിട്ടുള്ള സിനിമകൾ നൽകിയിട്ടുള്ള വ്യക്തികളാണ്. ഇപ്പോൾ മാർട്ടിൻ ആണെങ്കിലും ഷാഹി ആണെങ്കിലും ഇതിൻ്റെ ക്യാമറ ചെയ്തിരിക്കുന്ന റോബി ആണെങ്കിലും എല്ലാം. അപ്പോൾ അവരെല്ലാവരും കൂടെ ചേരുമ്പോൾ ഇപ്പം മാർട്ടിൻ്റെ കൂടെ തന്നെ ഒരുപാട് നാൾ സംവിധാന സഹായിയായിരുന്ന ജിത്തുവും കൂടെ ചേരുമ്പോൾ എന്ത് രീതിയിലാണ് ഈ ഒരു പോലീസ് സിനിമ വ്യത്യസ്തമാവുക എന്നുള്ളത് അത് കാണാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റും കൂടെ എനിക്കുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കഥ കേട്ടതിന് ശേഷവും അത് നമ്മളെ ഷൂട്ടിങ്ങിൻ്റെ സമയങ്ങളാണെങ്കിൽ പോലും എല്ലാ അർത്ഥത്തിലും അത് എത്രത്തോളം അത് ഡിഫറൻ്റായിട്ട് വരും എന്നറിയാനായിട്ടുള്ള അതിൻ്റെ ഒരു ഫൈനൽ ഔട്ട്കം എത്രത്തോളം ഡിഫറൻ്റായിട്ട് വരും എന്നറിയാനുള്ളൊരു ആകാംക്ഷ എനിക്കുണ്ടായിരുന്നു. എനിക്ക് മാത്രമല്ല, നമ്മുടെ ഈ ടീമിലുണ്ടായിരുന്ന അഭിനയിക്കുന്നവരാണെങ്കിലും പിന്നെ ടെക്നിക്കൽ സൈഡിലുള്ള ആൾക്കാരാണെങ്കിൽ പോലും. അപ്പോൾ ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഏത് രീതിയിലാണോ നമ്മൾ പ്രേക്ഷകരിലേക്ക് ഈ സിനിമ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചത് അതിൻ്റെ ഒരു റിസൾട്ട്, ആ ഒരു സ്വീകാര്യത പ്രേക്ഷകർ തന്നതിന് ആദ്യം തന്നെ നന്ദി അറിയിക്കുകയാണ്. എല്ലായിടത്തുനിന്നും നല്ല അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷവും ആശ്വാസവും ഉണ്ട്. കാരണം വളരെയധികം എഫേർട്ട് എടുത്ത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ എഫേർട്ടിൻ്റെ കാര്യം എപ്പോഴും പറയുകയാണെങ്കിൽ പോലും അത് മാത്രമല്ല, അത് ഏതറ്റം വരെ അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ പ്രേക്ഷകർ എൻ്റർടൈൻ ചെയ്യിക്കുമെന്നുള്ളത് ഒരു വലിയൊരു ഘടകമാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ തിയേറ്ററിലേക്ക് തന്നെ വന്ന പ്രേക്ഷകർ കാണണമെന്ന് ആഗ്രഹിച്ച് ചെയ്ത ഒരു സിനിമ, ആ ഒരു എഫേർട്ടും ആ ഒരു സമയവും ആ ഒരു ഇപ്പം ബഡ്ജറ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും യാതൊരു രീതിയിലും കോംപ്രമൈസ് ചെയ്യാത്ത, ക്വാളിറ്റിക്ക് വേണ്ടി യാതൊരു രീതിയിലും കോംപ്രമൈസ് ചെയ്യാത്തൊരു പ്രൊഡക്ഷൻ ബാനറും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഈ ഒരു സ്വീകാര്യത ഞങ്ങളുടെ മനസ്സിൽ നിറയ്ക്കുന്ന ഒരു സ്വീകാര്യതയും ഒരു അപ്രീസിയേഷനുമാണ്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങളോട് എല്ലാവരോടും പ്രേക്ഷകരോട് പ്രത്യേകിച്ചും നന്ദി പറയുകയാണ്. അപ്പോൾ അതുകൊണ്ട് തിയേറ്ററിൽ എക്സ്പീരിയൻസ് തന്നെ ഡിസേർവ് ചെയ്യുന്ന ഒരു സിനിമ എന്നുള്ള രീതിയിൽ പ്രേക്ഷകർ അഭിപ്രായം കേട്ടിട്ട് തിയേറ്ററിലേക്ക് വരണം എന്നുള്ളൊരു അഭ്യർത്ഥനയും കൂടെയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പറയുവാനുള്ളത്. അപ്പം ശരിക്കും എല്ലാ ഘടകങ്ങളും ഒത്തുചേരുമ്പോഴാണ് ഒരു സിനിമ ഏറ്റവും നല്ല രീതിയിൽ സ്വീകരിക്കപ്പെടുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഇപ്പം ഡയറക്ഷൻ്റെ കാര്യമാണെങ്കിലും സ്ക്രിപ്റ്റിങ്ങിൻ്റെ കാര്യമാണെങ്കിലും അതിൻ്റെ എക്സിക്യൂഷൻ കാര്യത്തിൽ അതിൽ ടെക്നിക്കൽ സൈഡിൽ നോക്കുകയാണെങ്കിലും സിനിമാറ്റോഗ്രഫി ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും അല്ലെങ്കിൽ എഡിറ്റിംഗ് ആണെങ്കിലും കോസ്റ്റ്യൂംസ് ആണെങ്കിലും എല്ലാ അർത്ഥത്തിലും അത് എല്ലാം ഭംഗിയായിട്ട് വന്നു എന്നുള്ളൊരു വലിയൊരു ഫാക്ടറാണ് ഈ ഒരു സിനിമ ഏതൊക്കെ രീതിയിലാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചത് ആ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു കാരണം. അപ്പോൾ മറ്റ് പോലീസ് കഥാപാത്രങ്ങളിൽ നിന്നും CI ഹരിശങ്കർ ഏതെങ്കിലും രീതിയിൽ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അത് ആ മാറി നിൽക്കുന്ന രീതിയിൽ തന്നെ പ്രേക്ഷകർക്ക് സ്വീകരിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഘടകങ്ങളാണ്. അപ്പോൾ അതിന് ഇങ്ങനത്തെ ഒരു വണ്ടർഫുൾ കാസ്റ്റ് ആൻഡ് ക്രൂവിൻ്റെ കൂടെ അഭിനയിക്കാനും പ്രവർത്തിക്കാനും ഭാഗ്യം ലഭിച്ചതിന് ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടെ മുന്നിലും പിന്നിലും കൂടെ നിന്ന് എല്ലാവരോടും ആദ്യം തന്നെ എൻ്റെ വ്യക്തിപരമായ പേരിലും ഒരു നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. എടുത്തു പറയാനാണെങ്കിൽ ഓർഡിനറിയിൽ ജിത്തു അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു. അതിനുശേഷം പിന്നെ കുറേ നാളുകൾക്ക് ശേഷം കഴിഞ്ഞിട്ടാണ് നായാട്ട് എന്നുള്ള സിനിമയിലെ ജിത്തു അസോസിയേറ്റ് ആയിരുന്നു. അപ്പോൾ ആ സമയത്താണ് വീണ്ടും ഒരു സിനിമ ചെയ്യണം. നായാട്ടിന് ശേഷം ഒരു ഷാഹിയുടെ സ്ക്രിപ്റ്റിങ്ങിൽ ജിത്തുവിൻ്റെ ഡയറക്ഷനിൽ മാർട്ടിനും കൂടി ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു സിനിമ ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടാവുകയും അത് നിരന്തരമായി ഞാൻ നിർബന്ധിക്കുകയും കൂടി ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലുണ്ടാകുന്നതാണ്. പക്ഷേ ഇവരെല്ലാവരും കൂടെ ഒത്തുചേരുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഏതൊക്കെ രീതിയിൽ അവർ ചെയ്ത മുൻകാല സിനിമകളിൽ നിന്നും ആ സിനിമയും കഥാപാത്രവും വ്യത്യസ്തമാകും എന്നുള്ളൊരു വാശി എന്നെക്കാളും കൂടുതൽ വേണമെന്നുള്ളൊരു വാശി അല്ലെങ്കിൽ ആഗ്രഹം അവർക്ക് എന്നെക്കാളും കൂടുതൽ ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ അതിൻ്റെ ഒരു ആകത്തുകയായിട്ടാണ് ഹരിശങ്കറും ഈ ഓഫീസർ ഓൺ ഡ്യൂട്ടിയും സ്വീകരിക്കപ്പെടുകയും ചെയ്യുന്നത്. ഇതിൽ ജിത്തു എന്ന ഡയറക്ടറെ പറ്റി പറയുകയാണെങ്കിൽ എന്താണ് വേണ്ടത് എന്നുള്ളത് വ്യക്തമായിട്ട് അറിയുകയും അത് നേടിയെടുക്കാൻ വേണ്ടി അത് ആ ആക്ടറിൽ നിന്നും അല്ലെങ്കിൽ ആ ടെക്നീഷ്യനിൽ നിന്നും നേടിയെടുക്കാൻ വേണ്ടി ഏതറ്റം വരെ പോകാനായിട്ട് ഒടുക്കത്തെ ക്ഷമയുള്ള ഒരാളാണ്. പിന്നെ ഒരു എക്സ്പീരിയൻസ് ഉള്ള ആളെന്നോ അല്ലെങ്കിൽ പുതിയ ആളെന്നോ ഏറ്റവും നവാഗതനായിട്ടുള്ള ആളെന്നോ ഉള്ളൊരു വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഒരു ഈക്വൽ ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് അവരിൽ നിന്നും എങ്ങനത്തെ രീതിയിലൊരു ഔട്ട്പുട്ട് വേണമെന്നുള്ളത് അവരോട് ചെന്ന് പേഴ്സണലി പറഞ്ഞ് മനസ്സിലാക്കി എത്ര ടേക്കുകൾ വരെ പോകാനായിട്ടാണെങ്കിലും ആ ഒരു ക്ഷമയും ആ ഒരു എന്താ പറയുക ഒരു ഡ്രൈവും ജിത്തുവിനുണ്ടായിരുന്നു. അതിൻ്റെ ഒരു റിസൾട്ടാണ് ശരിക്കും ഈ സിനിമയിൽ നമുക്ക് മൊത്തത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഒരു ക്രൈം ഡ്രാമ എന്നുള്ളൊരു ജെൻസിലാണ് ഈ സിനിമ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ഇൻവെസ്റ്റിഗേഷനും അതേപോലെ തന്നെ ത്രില്ലർ ഫാക്ടേഴ്സും സപ്പോർട്ടിങ് ഘടകങ്ങളാണ് എന്നതുള്ളേ ഉള്ളൂ. പക്ഷേ അൾട്ടിമേറ്റ്ലി ഇതൊരു ക്രൈം ഡ്രാമ, കുറച്ചുകൂടി ഇമോഷണലി ഡ്രിവൺ ആയിട്ടുള്ള ഒരു ക്രൈം ഡ്രാമ പോലീസ് സ്റ്റോറി എന്നുള്ള രീതിയിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ അത് ഇപ്പോഴത്തെ ഒരു സമൂഹത്തിനും കൂടെ ബാധകമാകുന്നു. അല്ലെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് എടുത്തു നോക്കുകയാണെങ്കിൽ ഈ ഒരു വർഷം തുടങ്ങിയതിന് ശേഷം ഈ ഒരു 2 മാസ കാലയളവിനുള്ളിൽ തന്നെ നമുക്കറിയാം പല പ്രശ്നങ്ങളും നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ചും കണ്ടുവരുന്നതാണ്. ഇപ്പം ജയിലിൽ നിന്നും പരോളിൽ ഇറങ്ങി ഒന്ന് അയൽവാസി കുത്തി കൊല്ലുക, അല്ലെങ്കിൽ അച്ഛൻ മകനെ കൊല്ലുക, മകൻ അച്ഛനെ കൊല്ലുക, അങ്ങനെ
നമുക്ക് ഒരു പരിധിവരെ മലയാളി സമൂഹത്തിന് വിശ്വസിക്കാൻ പോലും പ്രയാസമുള്ള, ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ ഞെട്ടിക്കുന്ന തരത്തിലുള്ള പല വിഷയങ്ങളും ഇപ്പോൾ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ മൂല കാരണം എന്താണ് എന്നുള്ളതും അത് എന്തുകൊണ്ടാണ് നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷനും അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു സമൂഹത്തിനും ബാധിക്കുന്നത് എന്നുള്ളതും ഈ സിനിമയിലൂടെ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ അതൊരു പ്രീച്ചിങ് രീതിയിലല്ല, കുറച്ചും കൂടെ എൻ്റർടൈനിങ് ആയിട്ടുള്ള, കുറച്ചും കൂടെ ഇമോഷണലി ഡ്രിവൺ ആയിട്ടുള്ള രീതിയിലാണ് പറഞ്ഞു പോകാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു സൊസൈറ്റിയുടെ ഒരു പരിച്ഛേദം കൂടെ നമുക്ക് ഈ സിനിമയിൽ കാണാൻ സാധിക്കും. ഇപ്പോൾ ഹരിശങ്കറുടെ കാര്യത്തിലാണെങ്കിൽ ഇയാളൊരു പോലീസ് ഓഫീസർ മാത്രമല്ല, അയാൾ ഒരു അച്ഛനും കൂടെയാണ് എന്ന് പറയുന്ന ഒരു സംഭാഷണം കൂടി ഈ സിനിമയിലുണ്ട്. അപ്പോൾ അത് എത്രത്തോളം ഈ സിനിമയിൽ ആപ്റ്റ് ആണെന്നുള്ളത് നമുക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടവരാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അങ്ങനെ നിങ്ങൾക്കും അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു ഇമോഷനും അതേപോലെ കിട്ടിയിട്ടുണ്ടാവുന്നതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കാരണം ഈ ആ പോസിറ്റീവ് റെസ്പോൺസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാന ഘടകം ഇമോഷണലി ഡ്രിവൺ ആയിട്ട് നമുക്ക് നമ്മുടെ ചുറ്റുവട്ടം നടക്കുന്നുള്ള പല കാര്യങ്ങളിലും അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതും കൂടെ ഈ സിനിമയെ ആ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഈ സിനിമയുടെ തുടക്കം ഞാൻ കോട്ടയത്തോട്ട് പോകുന്ന സമയത്ത് മടിഞ്ഞെണ്ണം ജസ്റ്റ് കണ്ടു. അപ്പോൾ ഇങ്ങനൊരു ഐഡിയ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ മടിഞ്ഞെണ്ണത് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തു. മടിഞ്ഞെണ്ണാണ് പറയുന്നത്, എടാ നമുക്കിത് ജിത്തുവിനെ കൊണ്ട് ചെയ്യിക്കാം, പ്രൊഡ്യൂസ് ചെയ്യാം, മടിഞ്ഞെണ്ണം പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറയുന്നത്. പിന്നെ ജിത്തു സാറുമായിട്ട് സംസാരിക്കുമ്പോൾ ഇതിലെ ബാക്കിയുള്ള സിനിമകളെല്ലാം നിങ്ങൾക്ക് അറിയാം, എലവിട പുഞ്ചിറയുടെ നായകളാണ് ഒരു പർട്ടിക്കുലർ ഓഡിയൻസ് എന്ന് പറയുന്ന ഒരു കാഴ്ചകളായിരുന്നു. ജിത്തു സാറിന് കൃത്യമായി ആവശ്യം ഒരു കൊമേഴ്സ്യൽ എല്ലാത്തരം ആൾക്കാർക്കും കാണുന്ന ഒരു സിനിമയാവണം, എല്ലാവരും റിലേറ്റ് ചെയ്യുന്ന ഒരു സിനിമയാവണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്തത്. കാരണം അത്തരം കാര്യങ്ങൾ വരുമ്പോഴേ സിനിമ പലപ്പോഴും എല്ലാ സമൂഹത്തിനും കണക്റ്റ് ആവത്തുള്ളൂ. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കണ്ടുവന്ന പല കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇന്ന് എൻ്റെ ഒരു കൂട്ടുകാരി, അപ്പം അതൊരു സിനിമ കണ്ടിരുന്നു. അപ്പം അവർ റിവ്യൂ പറയുന്നതിന് മുമ്പ് എന്നോട് എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്, പെൺമക്കളുള്ള എല്ലാ അമ്മമാരും അവരെയും കൂട്ടി സിനിമ കാണണമെന്ന് പറഞ്ഞു. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഒരിക്കലും അങ്ങനെ കരുതിയില്ല. അവരത് പറഞ്ഞപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് തോന്നി. ഒത്തിരി യാത്ര ചെയ്തിട്ടുണ്ട്, മണിപ്പാൽ, ബാംഗ്ലൂർ, മൈസൂർ. കാരണം ഈ കേരളത്തിന് വേണ്ടി പോകാത്ത ആളാണ് ഞാൻ. അപ്പോൾ ഇങ്ങനൊരു കഥ പറയണമെങ്കിൽ എനിക്ക് ആ സ്ഥലങ്ങൾ അറിയണം എന്നൊക്കെ പറഞ്ഞ് എനിക്കൊന്ന് രഞ്ജിത്ത് നായർ, ആദ്യത്തെ പോക്ക് ഇതിൻ്റെ ഒരു പ്രൊഡ്യൂസറായ രഞ്ജിത്ത് നായർ ഞാൻ ഇവിടെ നിന്ന് ഡ്രൈവ് ചെയ്ത് പോകുമായിരുന്നു. അങ്ങനെ കുറേ അത്തരം കാര്യങ്ങൾ നേരിട്ട് എക്സ്പീരിയൻസ് ഒക്കെ ചെയ്യാൻ പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് എനിക്ക് അതിലോട്ട് വന്നത്. പിന്നെ ജിത്തു സാർ ഞാനും കൂടെ ഒത്തിരി ട്രാവൽ ചെയ്തിട്ടുണ്ട്, മണിപ്പാലൊക്കെ. അങ്ങനെയുള്ള കുറേ കുട്ടികളെ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ കണ്ടിട്ട് തന്നെയാണ് ഇതിലോട്ട് എത്തുന്നത്. ഇപ്പം നായട്ടെന്ന് പറയുന്ന സിനിമയിലാണ് കൃത്യമായി ഒരു പോലീസിൻ്റെ വശം പറയണമെന്ന് ആഗ്രഹിച്ച സിനിമ. ബാക്കി ജോസഫ് ആണല്ലോ, എലവിട പുഞ്ചിറയാണെങ്കിലും ഈ സിനിമയാണല്ലോ അങ്ങനെ ഒരു പോലീസ് വശമൊന്നുമല്ല. പക്ഷേ ഇതൊരു എപ്പോഴും എൻ്റെ സിനിമകൾ ഞാൻ തന്നെ തിരിഞ്ഞു നോക്കിയാൽ കാണുന്നത് ഒരു ക്യാരക്ടർ ഓറിയൻറ്റഡ് ആയിട്ട് പോകുന്നൊരു സിനിമയാണ്. അവിടെ ഇവിടെ ഹരിശങ്കറുണ്ട്. ഹരിശങ്കർ ബാക്കി എല്ലാ കഥാപാത്രത്തെക്കാളും എനിക്ക് കുറേ കൂടെ പ്രിയപ്പെട്ടതാണ്. കാരണം ചാക്കോച്ചൻ ഫസ്റ്റ് ഡേ അഭിനയിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ വളരെ, ഞാൻ പറഞ്ഞു, രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസം ഞാൻ ആ സെറ്റിൽ പിന്നെ പോയിട്ടില്ല. ഓക്കെ എന്നൊരു ഫീൽ അന്ന് കിട്ടി. പിന്നെ ആ സെറ്റിലോട്ട് പോയിട്ടില്ല, ഞാൻ ഒരിക്കലും സിനിമ ചെയ്യാൻ പോയതാണ്. പക്ഷെ അത് അപ്പോഴേ നമുക്ക് അതിൻ്റെ ഒരു വൈബ് കിട്ടും. ഇനിഷ്യൽ ഒരു 3 ദിവസം കിട്ടും. അത് ഭയങ്കര പോസിറ്റീവായിരുന്നു. ഇത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൂ, ഞാനൊരു പ്രോസസ്സിൽ വിശ്വസിക്കുന്ന ആളാണ്. ഇപ്പം ഒരു കഥ കേൾക്കുമ്പോൾ നമ്മൾ എക്സൈറ്റഡ് ആകുന്നു. അത് നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള സിനിമകളിൽ നിന്ന് എത്രത്തോളം മാറി നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ ഒരുപാട് ഭ്രമിപ്പിക്കാറുണ്ട്. ആ കഥാപാത്രമാകാൻ വേണ്ടി നമുക്ക് ഇനി എന്തൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളൊരു അന്വേഷണവും ഒരു പഠനവും അതിൻ്റെ ഭാഗത്തായിട്ടുണ്ട്. ഷാഹി നേരത്തെ സൂചിപ്പിച്ചു, ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്തു എന്ന് പറയുന്ന കൂട്ടത്തിൽ ഞങ്ങൾ യാത്ര ചെയ്ത് വേറൊരു രീതിയിലായിരുന്നു. ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഹരിശങ്കറിൻ്റെ ഒരു ഇമോഷണൽ ട്രാവലും കൂടെ ഈ സിനിമയിലുണ്ട്. അപ്പം ഇയാളുടെ ഇമോഷണൽ ഒരു പാറ്റേൺ എങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ വേരിയേഷൻസ് എങ്ങനെ ആയിരിക്കും എന്നറിയാൻ വേണ്ടിയിട്ട് 1-2 സൈക്കാട്രിസ്റ്റുകളോട് നമ്മൾ സംസാരിക്കുകയും അവരുടെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഫിസിക്കലിയും ഡിമാൻഡിങ് ആയിട്ടുള്ള ക്യാരക്ടറായിരുന്നു ഹരിശങ്കർ. അപ്പം അതിനുവേണ്ടി അതിനുള്ള റിഹേഴ്സൽസും കാര്യങ്ങളൊക്കെ ഇപ്പം പുറകെ ഇരിക്കുന്ന കുറച്ച് ടീമുകളുണ്ട്. അപ്പോൾ അവരോടൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ റിഹേഴ്സൽസ് അല്ലെങ്കിൽ കഥാപാത്രത്തിന് വേണ്ടിയുള്ള പഠനങ്ങൾ, അത് സംവിധായകനോടൊപ്പം അല്ലെങ്കിൽ തിരക്കഥാകൃത്തിനോടൊപ്പമുള്ള ആ യാത്രകളും സംഭാഷണങ്ങളും എല്ലാം ഒരുപാട് എന്നെ ഹെൽപ്പ് ഔട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളൊരു സെറ്റിലേക്ക് വരുമ്പോൾ, അപ്പോൾ ഫസ്റ്റ് ഡേ ആ ഒരു ലൊക്കേഷനിലേക്ക് നമ്മൾ വരുന്നു, ആ പോലീസ് യൂണിഫോമിൽ വരുന്നു, നമ്മൾ പറയുന്ന ഡയലോഗുകളും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ളത് നമുക്കറിയാം, വ്യക്തമായിട്ട് അറിയാം. അതിനുവേണ്ടി നമ്മൾ ആ ലൊക്കേഷനിൽ ആ ക്യാമറയുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ആ ഒരു ആംബിയൻസ്, നമ്മുടെ കൂടെ അഭിനയിക്കുന്ന ആൾക്കാർ, ഇതെല്ലാം നമ്മളെ ആ ക്യാരക്ടറിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അറിഞ്ഞും അറിയാതെയും ഒരുപാട് ഹെൽപ്പ് ഔട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഞാൻ ഒരുപാട് ഭാഗ്യവാനാണ്. കാരണം ഈ തരത്തിലെല്ലാം
കൂടെ നിൽക്കുന്നവരാണെങ്കിലും കൂടെ അഭിനയിക്കുന്നവരാണെങ്കിലും എല്ലാം ആ തരത്തിൽ എന്നെ ഹെൽപ്പ് ഔട്ട് ചെയ്യാനായിട്ട് ആ ഒരു കഥാപാത്രമായിട്ട് മാറാനായിട്ട് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. പിന്നെ എന്ത് വേണം എന്ത് വേണ്ട എന്നുള്ളതിനെ പറ്റി വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു ടീമുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് സംവിധായകനും തിരക്കഥാകൃത്തും ഉണ്ടെങ്കിൽ, ഒരു അഭിനേതാവിന് ജസ്റ്റ് അങ്ങനെ നിന്നു കൊടുത്താൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ബാക്കിയെല്ലാം സ്വാഭാവികമായിട്ടുണ്ടാവും. ഓർഗാനിക് ആയിട്ടുള്ളൊരു ഗ്രോത്തും ഒരു ഡെവലപ്മെൻറ്റും ഒരു ഇൻവോൾവ്മെൻറ്റും എല്ലാം ഈ കഥാപാത്രത്തിന് ഉണ്ടായിട്ടുണ്ട്. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ശരിക്കും ഞാനും അതിൽ അപ്പോൾ ആ ഇൻട്രോ സീൻ തന്നെയാണ് നമ്മൾ ആദ്യം ഷൂട്ട് ചെയ്തത് സിനിമയുടെ. അപ്പോൾ ആ ഡയലോഗുകൾ പറയുമ്പോഴും ആ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ശ്രീകാന്ത് മുരളിച്ചേട്ടൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഷോട്ട് കഴിഞ്ഞിട്ട് പുള്ളി എൻ്റെ അടുത്ത് വന്ന് വളരെ പോസിറ്റീവായിട്ടൊരു ഫീഡ്ബാക്ക് തന്നു. അപ്പോൾ അത് ഒരു അഭിനേതാവ് എന്നുള്ള നിലയിൽ നമുക്ക് ശരിക്കും ഒരു അവാർഡ് ഒരു അംഗീകാരം കിട്ടുന്നതിന് തുല്യമാണ്. അപ്പോൾ അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അറിഞ്ഞും അറിയാതെ നമ്മളെ കഥാപാത്രമായി മാറാൻ വേണ്ടി ഒരുപാട് ഫാക്ടേഴ്സ് ഹെൽപ്പ് ഔട്ട് ചെയ്യുന്നുണ്ട്. അത് ത്രൂ ഔട്ട് ഈ സിനിമയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. സിനിമയിൽ നിങ്ങൾ ഭയങ്കര ഇൻറ്റൻസ് ആയിട്ട് കാണുന്ന സീൻസൊക്കെ ശരിക്കും നമ്മൾ ഭയങ്കര ചിരിച്ചും കളിച്ചും എൻജോയ് ചെയ്താണ് ചെയ്യുന്നത്. എസ്പെഷ്യലി ഇത്രയും നല്ലൊരു ടീമുള്ളപ്പോൾ നേരത്തെ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഇറ്റ്സ് വെരി ഈസി, ഓർഗാനിക്കലി ഇത് സംഭവിക്കും. നമുക്കൊരു സ്പേസ് തന്നൊരു ഡയറക്ടറാണ്, ഒരു പ്രൊഡ്യൂസറാണ്, ഒരു എൻറ്റയർ ടെക്നിക്കൽ ടീമും കോ ആക്ടേഴ്സും ഒക്കെയാണ്. അപ്പോൾ ഐ തിങ്ക് ക്രെഡിറ്റ് ഗോസ് ടു ദെം. ഓഫ് കോഴ്സ് ഇതിന് ഈ ഒരു ക്യാരക്ടർ ഭയങ്കര ഹെവി ഡ്രഗ് യൂസറാണ്. അതിനുള്ള കുറച്ച് റീസെർച്ചും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വന്നു. പക്ഷേ അതർ ദാൻ ദാറ്റ് ക്രെഡിറ്റ് ഗോസ് ടു അവർ സ്ക്രിപ്റ്റ് ആൻഡ് ദ ടീം. എനിക്ക് വളരെ അടുത്തുള്ള പോലീസ് സുഹൃത്തുക്കളുണ്ട്. അപ്പം അവർ ഈ പറയുന്ന പോലെ ഇതൊരു ഗവൺമെൻറ് ജോബ് പോലെ എന്താ പറയുക, ഒരു 9 to 5 ജോബ് എന്നുള്ള രീതിയിൽ നമുക്കൊരിക്കലും കണക്കാക്കാൻ പറ്റില്ല. 24/7 അവർ ഓണാണ്, അല്ലെങ്കിൽ അവർ ഓൺ ഡ്യൂട്ടിയാണ്. അപ്പോൾ ആ ഡ്യൂട്ടി എന്ന് പറയുന്നത് ചിലപ്പോൾ അവരുടെ പേഴ്സണൽ ലൈഫിനുള്ള ഡ്യൂട്ടി പോലും മറന്ന് ചെയ്യേണ്ട അവസരങ്ങളും ഇഷ്ടംപോലെ ഉണ്ടാവാറുണ്ട്. അത് എത്രത്തോളം ഇവരുടെ ആരോഗ്യത്തെ, പ്രത്യേകിച്ച് മാനസികമായ ആരോഗ്യത്തെ ബാധിക്കുന്നു എന്നുള്ളത് ഒരു പരിധിവരെ നേരിട്ട് അറിയാവുന്നൊരു വ്യക്തിയും കൂടിയാണ് ഞാൻ. അപ്പം ഷാഹിൻ്റെ അടുത്ത് വന്ന് ഈ കഥ പറയുമ്പോൾ പ്രത്യേകിച്ച് ഇതിൻ്റെ ബിഗിനിങ് സീക്വൻസുകളും പിന്നെ ഇയാൾ പോകുന്ന കുറച്ച് ഇമോഷണൽ യാത്രകളുമെല്ലാം ഒരു പരിധിവരെ എനിക്ക് നേരിട്ട് അറിയാവുന്ന വ്യക്തിത്വങ്ങളിലൂടെ, പോലീസ് സുഹൃത്തുക്കളിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറയുന്ന പോലെ കാക്കി ഇടുന്നവനെ പേടിയോടെ മാത്രം കാണുന്ന ഒരു സമൂഹമല്ല വേണ്ടത്. അവരോടൊരു പരിഗണനയും കൂടെ വേണ്ടുന്ന ഒരു സമൂഹം കൂടെയാണ് വേണ്ടത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കാരണം അവരും മനുഷ്യരാണ്. ഈ പറഞ്ഞ പോലെ അവർക്കും ഒരു കുടുംബമുണ്ട്. അയാൾ ഒരു അച്ഛനാണ്, അല്ലെങ്കിൽ ജ്യേഷ്ഠനാണ്, ഒരു മകനാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അത് സമൂഹത്തിന് പല തിന്മകളും ഉണ്ടാകുമ്പോൾ അതിനെതിരെ അവർ പോരാടാൻ ഇറങ്ങുമ്പോൾ അവർ ചിലപ്പോൾ അവരുടെ ജീവിതവും അല്ലെങ്കിൽ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള പല ആൾക്കാരെയും പല കാര്യങ്ങളും മാറ്റി വെച്ചിട്ടായിരിക്കും ഈ ജോലിക്ക് വേണ്ടി ഇറങ്ങുന്നത്. സോ വി ഷുഡ് റെസ്പെക്ട് ദാറ്റ്. അപ്പോൾ ആ ഒരു കാര്യവും ഈ സിനിമയിലൂടെ പറഞ്ഞു പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇതൊരു ലോട്ടറി അടിച്ചൊരു ഫീലിംഗ് ആണ്. എന്ന് വെച്ചാൽ ഒറ്റ ഒരേ സമയത്ത് എനിക്ക് തോന്നുന്നു ഇത്രയധികം ഡയറക്ടേഴ്സിൻ്റെ കൂടെ അല്ലെങ്കിൽ ഇത്രയധികം പല സ്ഥലങ്ങളിൽ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പേർട്സ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി തോന്നുന്നു. അത് വളരെ ഒരു ലക്കി ഫാക്ടറാണ് ആക്ച്വലി. കാരണം ഒരു 3-4 months ഓഫ് ഷൂട്ട് ഉണ്ടായിരുന്നു ടോട്ടലി നമ്മൾ ഡിഫറെൻറ്റ് ടൈംസിൽ. ആൻഡ് ഓൾമോസ്റ്റ് 6 months ഓഫ് പ്രിപ്പറേഷൻ നമ്മൾ ചെറിയ വർക്ക്ഷോപ്പും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് പോയത്. സോ ഐ തിങ്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. പിന്നെ താങ്ക്സ് ടു എ ലോട്ട് ഓഫ് പീപ്പിൾ. ഇതിൽ ഇങ്ങനൊരു ക്യാരക്ടർ ചെയ്യിപ്പിച്ചതിന് ജിത്തു സാറിനോടും വളരെയധികം നന്ദിയുണ്ട്. സോ ഐ തിങ്ക് നിങ്ങൾക്ക് എല്ലാവർക്കും പടം ഇഷ്ടപ്പെട്ടു. ആൻഡ് ഐ ഹോപ്പ് വി ഡു എ ലോട്ട് മോർ തിങ്സ്. എനിക്കും ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഞാൻ ഒത്തിരി നാളിന് ശേഷം എല്ലാവർക്കും അറിയുന്ന പോലെ ഞാൻ ഒപ്പം മൂവി ലാലങ്ങളുടെ കൂടെ ചെയ്തിട്ട് പിന്നെ ഞാൻ മലയാളത്തിലൊരു ഏറ്റവും നല്ല ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് ഓഫീസർ ഓൺ ഡ്യൂട്ടിയാണ്. കാരണം എനിക്ക് അതിൽ പേഴ്സണലി ഞാൻ എത്ര വലുതായാലും ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിൽ ഓർത്തിരിക്കുന്ന ഒരു ക്രൂവും അതുപോലെ തന്നെ ഒരു മൂവിയാണ്. എനിക്ക് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മൂവിയാണ്. ആൻഡ് താങ്ക് യു സോ മച്ച് എല്ലാവർക്കും. ചാക്കോച്ചിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴാണെങ്കിലും പ്രിയ ചേച്ചി ആണെങ്കിലും ഷാഹിക്ക, ജിത്തു ചേട്ടൻ, മാർജിൻ ചേട്ടൻ, എല്ലാവരും ഒരുപാട് സന്തോഷം. എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ലായിരുന്നു ഇത്ര ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ളത്. എനിക്ക് ഷൂട്ടിംഗ് ഡേറ്റ്സും ഭയങ്കര കുറച്ച് ദിവസമേ ഉള്ളായിരുന്നു. പക്ഷേ ഇത്രയും ഇങ്ങനെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറായിരുന്നു എന്നുള്ളത് ഫിലിം കണ്ടു കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. എന്തായാലും താങ്ക് യു സോ മച്ച് എല്ലാ റെസ്പോൺസുകൾക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നൊക്കെ അറിയുന്നതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇത്രയും വലിയൊരു ടീമിനോട് വർക്ക് ചെയ്യാൻ പറ്റിയ ഒരുപാട് സന്തോഷമുണ്ട്.
കാരണം ഒരു മിനി സ്ക്രീനിൽ വന്നിട്ട് ബിഗ് സ്ക്രീനിലേക്ക് വന്ന ഒരാളാണ് ഞാൻ. അപ്പം ആ ഒരു ചേഞ്ചിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നതൊക്കെ നല്ല നല്ല സിനിമ സംവിധായകരുടെ കൂടി അതേപോലെ നല്ല ടീമിൻ്റെ കൂടെയാണ്. എക്സ്പെഷ്യലി ജിത്തു ചേട്ടൻ, മാട്ടിച്ചേട്ടൻ, പിന്നെ നമ്മുടെ സ്വന്തം ചാക്കോച്ചൻ. ഇതൊന്നും ഞാൻ സ്വപ്നം പോലും വിചാരിച്ചില്ല. അതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനും ലോട്ടറി വെച്ച് ഫീൽഡ് തന്നെയാണ് നിൽക്കുന്നത്. ഇനിയും ഇങ്ങനെ നല്ല സിനിമ ചെയ്യാൻ ആഗ്രഹമുണ്ട്. പിന്നെ ഞങ്ങളുടെ സിനിമ സ്വീകരിച്ച എല്ലാവർക്കും താങ്ക് യു. ഒരുപാട് സന്തോഷം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഒരു ചാലഞ്ചിങ് ഗംഭീര സ്ക്രിപ്റ്റ് ഞാൻ വായിച്ചിരുന്നു. അപ്പം തന്നെ ഞാൻ ജിത്തുബായോടൊപ്പം 3 സിനിമയായത്. ഞങ്ങൾ ജിത്തുബായ് ചീഫ് അസോസിയേറ്റ് ആയിരുന്ന ഒരു ഭ്രമം, രാജുവിൻ്റെ ഭ്രമത്തിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇരട്ടയിലുണ്ട്. അത് കഴിഞ്ഞ് പുള്ളി ഡയറക്റ്റ് ചെയ്യുന്ന പടം. അപ്പം മാർട്ടിൻ ചേട്ടൻ, എനിക്ക് ആ ടീം അതേ പറയുന്നത് നമ്മളെ പുഷ് ചെയ്യുന്ന ആൾക്കാരോട് വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും നല്ല റിസൾട്ടിലോട്ട് വരും. സിനിമ ഫസ്റ്റ് ഹാഫ് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. സെക്കൻഡ് ഹാഫ് ട്രൈങ്, അത് ലാസ്റ്റ് മിനിറ്റ് വരെ, അവസാന ദിവസം വരെ ശരിക്കും ഞങ്ങൾ വർക്ക് ചെയ്തു. അതിൻ്റെ റിസൾട്ട് തിയേറ്ററിൽ ഭയങ്കരമായിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് വന്നു. മിക്സ് ടേബിളിൽ ഞങ്ങൾക്ക് ഫൈനൽ മിക്സ് കഴിഞ്ഞപ്പോഴേ മനസ്സിലായത് അടിക്കും എന്നുള്ള ഏതാണ്ട് ഒരു കോളിലെത്തി. അങ്ങനെ തന്നെ റിസൾട്ട് വന്നു. സ്റ്റോറിയിലേക്ക് ഇപ്പോൾ ഷായി പറഞ്ഞില്ലേ, ഞാൻ ഷായി കൂടെ ഇതിനു മുമ്പ് വേറൊരു പടം ചെയ്യാനായിരുന്നു ആദ്യം ആലോചിച്ചിട്ടുള്ളത്. അനൗൺസ് ചെയ്തതാണ്. പല കാരണങ്ങൾ കൊണ്ട് അതിങ്ങനെ പോസ്റ്റ്പോൺ ചെയ്ത് പോയി. അപ്പം ഞാൻ അതിനിടയ്ക്കാണ് നായായിട്ട് പോയി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അപ്പോഴും നമ്മളിങ്ങനെ സംസാരം നടക്കുന്നുണ്ട്, പുതിയൊരു പടം സംസാരം നടക്കുന്നുണ്ട്. പക്ഷെ ഒന്നിലും ലാൻഡ് ചെയ്തില്ല. അപ്പോഴാണ് ഒരു ദിവസം രാത്രി മാർട്ടിൻ വിളിച്ച് പറയുന്നത്, ഷായി ഇങ്ങനെ ഒരു സബ്ജക്റ്റ് പറഞ്ഞു, താന്ന് കേട്ട് നോക്കാൻ പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ അതിനകത്ത് അതിപ്പം പടം കാണാത്തവർക്ക് പ്രശ്നമാണ്, അതുകൊണ്ട് അത് പറയാൻ പറ്റത്തില്ല. ആ ഒരു എലമെൻ്റാണ്, ഒരു ഫാദറിൻ്റെ ഒരു എലമെൻ്റാണ് ഭയങ്കരമായിട്ട് ഹുക്കിങ് ആയത്. ആ ഒരു ഇതിൽ നിന്നാണ് പെട്ടെന്ന് നമുക്ക് അതിനകത്ത് എനിക്ക് ഭയങ്കര ഞാൻ ഫാദറായ കാരണം എനിക്ക് അതിനകത്ത് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റി. ആ ഇതിൽ നിന്നാണ് നമ്മൾ പിടിച്ച് ഒരു ക്യാരക്ടറിലേക്ക് എത്തി. അവിടെ നിന്നാണ് പിന്നെ ഞാനും അന്ന് കൊറോണ സമയമായിരുന്നു. അപ്പം ഞാനും മാർട്ടിനും ഷായിക്ക് പുറത്തിറക്കി നടക്കാൻ പറ്റും പോലീസുകാരനെ കാരണം. അങ്ങനെ ഞങ്ങൾ റിസോർട്ടിൽ പോയി, ഞാനും മാർട്ടിനും ഷായും കൂടെ റിസോർട്ടിൽ പോയി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഡെവലപ്പ് ചെയ്തു. അപ്പോഴാണ് ഈ ക്യാരക്ടർ സ്കെച്ചും പരിപാടിയൊക്കെ ഉണ്ടായത്. അപ്പം ഇത് ചാക്കോച്ചൻ ആ സമയം വരെ ചാക്കോച്ചൻ വേറൊരു പരിപാടിയിലൊക്കെയാണ് ചെയ്തു പോയിരുന്നത്. അപ്പം ചാക്കോച്ചനിലേക്ക് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ചർച്ച ചെയ്തപ്പോൾ ഷായി ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനൊരു സീൻ പറഞ്ഞു. അപ്പം നമുക്കെല്ലാം ആ ഇൻട്രൊഡക്ഷൻ സീൻ ഗംഭീര ഒരു സീനായിരുന്നു. അപ്പം അത് വന്ന് അപ്പം തന്നെ ക്യാരക്ടറിലേക്ക് കയറാൻ പറ്റുമെന്ന് തോന്നി. അങ്ങനെ അവിടെയാണ് ഞങ്ങൾ ആ പ്ലോട്ടിങ്ങിനെ പിടിച്ച്